സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്, അതിരപ്പള്ളി വഴി മലക്കപ്പാറ. ഒരു ടൂറിന് പോകുന്ന അപാരതയാണ് കാണുന്നത്. അമീർ, അതുൽ, ഡൽജോ, ഹബീബ് ഒരുത്തനൂടെ ഉണ്ട് കേട്ടോ. ഇവനാണ് നമ്മൾ പറഞ്ഞ നടൻ. അതേ പരിയിൽ വിളിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരൂലേ? തിരുവനന്തപുരം കാസർഗോഡ് പുതിയ NH കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി റോഡാണ്. കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വിശന്ന് പൊരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് 5:45 കയറിയതാണ്. ഇവനായിരുന്നു ഓടിച്ച്. ഇവനോട് അവിടെ തൊട്ട് ഇവിടെ വരെ പറഞ്ഞു വിശക്കുന്നു. പൊന്നെ ഒന്നും പറയണ്ട. വെരി ഗുഡ്. ലൈറ്റുള്ള കടം. ചെറിയൊരു മഴയ്ക്ക് ശേഷം നമ്മളിപ്പോൾ കുറ്റിപ്പുറം പാലത്തിലെത്തിയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്കും കിട്ടുന്നുണ്ട്. മഴ തുള്ളികൾ ഇങ്ങനെ ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ് വീഡിയോയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവ്. നമ്മൾ രാത്രി നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അവൻ്റെ റൂമാണ് ഇവിടെ. ഇപ്പോൾ രാത്രിയിൽ എല്ലാവരും കൂടെ ഇരുന്ന് ലൂഡോ വിളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സമയം പോകാനായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻജോയ് ചെയ്യുന്നുള്ള രീതിയിൽ അവർ സമയം രാത്രി 1:15 സമയം. ആ സമയത്താണ് ഇവന്മാർ ഈ ലൂഡോ കളിക്കുന്നത്. എല്ലാവർക്കും കുഞ്ഞു മനസ്സാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ അതിരപ്പള്ളിക്ക് പോകാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. രാവിലെ എല്ലാവരും കുറച്ചൊക്കെ ഉറങ്ങിയുള്ളൂ. ഉറക്കമൊന്നും ആർക്കും അങ്ങ് ശരിയായിട്ടില്ല. ഈ കാണുന്നതാണ് ഡ്രീം വേൾഡ്. അതിരപ്പള്ളി റൂട്ടിൽ കാണുന്ന ആദ്യത്തെ ഒരു ഡ്രീം വേൾഡ്. ഇതിന് താഴെ ഇനി സിൽവർ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു വാട്ടർ പാർക്കും കൂടെയുണ്ട്. രാവിലെ മുതൽ തന്നെ റോഡിൽ നല്ല തിരക്കായിരുന്നു. അങ്ങോട്ട് പോകാനായിട്ട് അതിരപ്പള്ളിയിലോട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. ഒരു ദിവസമായതായാലും റൈഡേഴ്സ് കുറേ പേരുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥയായതുകൊണ്ട് ആൾക്കാർക്ക് ബൈക്കിന് വരാൻ പറ്റിയ ഒരു ആംബിയൻസ് ആയിരുന്നു. കുറച്ച് യാത്ര ചെയ്ത് നമ്മളിപ്പോൾ വണ്ടി നിർത്തി. ഇതിന് മുന്നേ നമ്മൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചായിരുന്നു. പെട്രോൾ അടിച്ച് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ നല്ലൊരു സീനറി ഉള്ള സ്ഥലം കണ്ടു. നല്ല കരിമ്പന പോലത്തെ പനകൾ നിൽപ്പുണ്ട്. താഴെ പുഴയുണ്ട്. അങ്ങോട്ടെല്ലാം ആളുകൾ ഇറങ്ങി പോകുന്നതാണ്. നമ്മളും ആ കൂടെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. ഈ പോകുന്ന വഴിയൊക്കെ ഈ പന നിൽക്കുന്നതാണ് നല്ല രസമാണ്. സാധാരണ ഈ ആനക്കൂട്ടം ഇറങ്ങുമ്പോൾ ഈ പനയുടെ ഇടയ്ക്കെല്ലാം നിൽക്കുന്നതാണ്. ഇവിടെ ജനവാസ മേഖലയിലൊക്കെ കാട്ടാനകൾ ഇടയ്ക്ക് ഇറങ്ങുന്നതാണ്. അവിടെ ഒരു ഇഷ്ടവികാര കേന്ദ്രം കൂടെയാണ് ഈ സ്ഥലം. താഴെ പുഴയിൽ ചീങ്കണ്ണി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പോയി നോക്കുവാണ്. ആൾക്കാർ വന്നും പോയി നിൽക്കുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട് നമ്മൾ ഇറങ്ങി പോകുന്ന വഴിക്ക് കാണാനായിട്ട്. ഈ റോഡിൻ്റെ മറുവശത്തു നിന്ന് ഒരു ചെറിയൊരു ചാല് ഈ പുഴയിലോട്ട് വരുന്നുണ്ട്. അത് കടന്നു വേണം നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇറങ്ങി ചെല്ലുന്നതനുസരിച്ച് പുഴയിൽ വലിയ വെള്ളമൊന്നുമില്ല. മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഉണ്ടായിരുന്നെങ്കിലും വലിയ വെള്ളമൊന്നും കണ്ടില്ല. ഇത് അപ്പുറത്തോട്ട് ചാടി കടക്കണം. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് ചാടി കടന്നു. ആ സൈഡിലൊരാൾ പുഴയിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് കണ്ടത്. ആദ്യം ഞങ്ങൾ ഓർത്തല്ലോ ഡെഡ് ബോഡി ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അയാൾ അനങ്ങിയപ്പോഴാണ് മനസ്സിലായത് ജീവനുണ്ടെന്ന്. ആൾക്കാർ വന്നിട്ട് നല്ല തണുപ്പുള്ള വെള്ളമായതുകൊണ്ട് വെള്ളത്തിലിങ്ങനെ കിടക്കുന്നു. നല്ല രസമാണ്. നല്ല കാലാവസ്ഥയാണ്. നല്ല തണുപ്പുണ്ട്. വെള്ളത്തിൽ കിടന്ന് കുളിക്കാനും
ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ആംബിയൻസാണ് ഇവിടെ. കുറേ ആളുകൾ വന്നു പോകുന്നുണ്ട്, ഡെയിലി വരുന്നുണ്ട്. പുഴയിൽ നിന്നൊക്കെ കയറി നമ്മളിപ്പോൾ അതിരപ്പള്ളി റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലുണ്ട്, നല്ല രസമാണ് പോകുന്ന വഴിക്കല്ലേ. ഇടയ്ക്ക് നമ്മൾ ബ്ലോക്കിൽ പെട്ടു. അതിരപ്പള്ളി എത്താറായപ്പോഴാണ് നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു. അവധിയൊക്കെ ആയപ്പം എല്ലാവരും ഇറങ്ങുന്നൊരു ദിവസമായിരുന്നല്ലോ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മളീ കാണുന്നതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അതീവ സുന്ദരിയായി പച്ചിപ്പിൻ്റെ ഇടയ്ക്ക് നല്ല പാൽപ്പായസം പോലെ ഒഴുകുന്നൊരു പുഴ. നല്ല രസമാണ് ഇവിടെ നമുക്കിത് കാണുമ്പോൾ. ഈ വെള്ളച്ചാട്ടത്തെ ഇന്ത്യയുടെ നയാഗ്ര എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ടൂറിസ്റ്റുകൾ എപ്പോഴും ഇവിടെ വന്ന് കാണാറുണ്ട്. ഇവിടെ നമുക്ക് വരാൻ പറ്റിയ സമയമെന്ന് പറഞ്ഞിട്ടുണ്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്താണ്. ആ മഴക്കാലത്താണ് ഇതിൻ്റെ ദൃശ്യഭംഗി നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നെല്ലാം ഒത്തിരി ആളുകൾ വണ്ടി ആയിട്ട് ഇവിടെയൊക്കെ വന്നായിട്ട് കാണാം. നല്ല ഭംഗിയാണ് ഇവിടെ ഇപ്പം കാണാനായിട്ട്. നിരവധി മലയാള സിനിമയും അതുപോലെ ഉത്തരേന്ത്യൻ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. നമ്മുടെ ബാഹുബലി ഒക്കെ ഷൂട്ട് ചെയ്ത വെള്ളച്ചാട്ടത്തിൻ്റെ രംഗങ്ങൾ ഈ അതിരപ്പള്ളിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രവേശന സമയം സാധാരണയായി രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ സമയം. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്, നല്ല ക്യൂ ആണ്. നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെ ആൾക്കാർ നല്ല ക്യൂവിൽ ഇടിച്ചു കുത്തി കയറാൻ വേണ്ടി നിൽക്കുകയാണ്. വരുന്നവരെല്ലാം പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ തിരക്കുള്ള സമയങ്ങളിൽ നേരത്തെ പാസ് എടുക്കേണ്ടതാണ്. അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ നേരെ ഇനി മലക്കപ്പാറ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടിക്കൂടെയുള്ള യാത്രയാണ്. നല്ല രസമുണ്ട്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇവിടുന്ന് കണ്ട് പോകാനായിട്ട് നല്ല രസമാണ്. നല്ല പച്ചപ്പ് പുതച്ച് കിടക്കുന്ന ഒരു വഴി കൂടെ നല്ല റോഡും വഴികളും കണ്ടുപോകാൻ നമുക്ക് നല്ല രസമാണ്. നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ചാർപ്പ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അതിരപ്പള്ളി കഴിഞ്ഞ് നമ്മളിങ്ങ് പോർന്ന് കഴിയുമ്പോൾ കാണുന്ന ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം. നല്ല ദൃശ്യഭംഗിയാണ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. ഒത്തിരി ആളുകൾ മലക്കപ്പാറയ്ക്ക് പോകുന്ന ആളുകൾ ഇവിടെ എപ്പോഴും നിർത്തി ഫോട്ടോ എടുത്തും വീഡിയോ എടുക്കുന്ന സ്ഥലമാണ്. നല്ല രസമാണ്. വെള്ളച്ചാട്ടം ഒഴുകി താഴെ കാട്ടിലോട്ട് പുഴയിലോട്ട് പോകുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ നല്ല തിരക്കാൻ ഫോട്ടോ പറയാറുണ്ട്. ചാർപ്പ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമ്മളോട്ട് വരുമ്പോൾ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുന്നു. നമ്മൾ ചെക്ക് പോസ്റ്റ് ഉള്ളിലോട്ട് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നല്ല കാടാണ്, ഫുള്ള് കാട്, ആന, മൃഗങ്ങളെല്ലാം ഉള്ള ഒരു കാടാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വണ്ടി നിർത്താൻ പറ്റില്ല. നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷനുള്ള ഏരിയയാണ്. ഫോറസ്റ്റുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ കേസെടുക്കും. പിന്നെ നമ്മുടെ പ്രശസ്തനായ കബാലി എന്ന് പറഞ്ഞ ആനയുള്ള കാടാണ്. ഞങ്ങൾ പോയ സമയത്ത് അവനെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ പോയി പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ആനക്കോട്ട് ഒരു ബൈക്കൊക്കെ തകർത്തായിരുന്നു. ഞങ്ങൾ ആനേനെ കാണണം എന്നുള്ള പ്രതീക്ഷയോടെയൊക്കെ പോയതാണ്, പക്ഷേ ആനേനെ കണ്ടൊന്നുമില്ല.
നമ്മളൊരു ഇരുമ്പ് പാലത്തെ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളച്ചാട്ടം ഒഴുകുന്നൊരു സീന്, നല്ല രസമുണ്ട് കാണാനായിട്ട്. കാട്ടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നത്. ചുറ്റുപാട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാം. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, പക്ഷേ വണ്ടി നിർത്തി ഇറങ്ങാനുള്ളൊരു അനുമതിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. വരുന്ന വഴിക്ക് ഇതുപോലെ ചെറുതും വലുതുമായ ചെറിയ ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങളും പുഴയും എല്ലാം നമുക്ക് കാണാം. കുറച്ചിങ്ങ് പോകുന്ന കഴിഞ്ഞപ്പോൾ എല്ലാവരും വണ്ടി നിർത്തുന്ന ഒരു സ്ഥലം നമ്മളും കണ്ടു. കുറേ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി. അവിടെ വണ്ടി നിർത്തി നമ്മൾ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടും ഒക്കെ ഒന്ന് വണ്ടി നിർത്തിയതാണ്. നല്ല രസമുണ്ട്. കുറേ ആൾക്കാർ വന്ന് പോകുന്നുണ്ട് അവിടെ. ഈ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മുടെ പയ്യന്മാർ അതിൻ്റെ ഇടയ്ക്ക് ബ്രൂസിലീനെ അനുകരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഏകദേശം 1966 മെയ് 9-നാണ്. നമ്മുടെ KSEBയുടെ ഈ പരിധി വരുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണിത്. നമ്മൾ ഇത്രയും ദൂരം വന്നതിന് ശേഷം നമുക്ക് ആദ്യമായിട്ടൊരു സിംഹവാലക്കോരനെ ഇങ്ങനെ കണ്ടു. കുറേ നേരം തപ്പിയതിന് ശേഷമാണ് ഒരെണ്ണം അവൻ മരത്തിൽ നിന്ന് ചിരിച്ച് കാണിച്ചത് നമ്മളെ. കാടിൻ്റെ താഴെ നമുക്ക് നല്ലൊരു നദി കാണാം. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണുമ്പോൾ. ഒത്തിരി ആൾക്കാർ ഇറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ ഏരിയയിൽ നല്ല തിരക്കുണ്ട്. താഴെ നിന്ന് ഓപ്പോസിറ്റ് സൈഡ് പൊള്ളാച്ചി ഏരിയ എന്നൊക്കെ നല്ല രീതിയിൽ വണ്ടി കയറി വരുന്നുണ്ട്. അവസാനം നമ്മൾ മലക്കപ്പാറ എത്താറായിരിക്കുന്നു. മലക്കപ്പാറ ബോർഡ് കണ്ടിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു കയറ്റമാണ്. കയറ്റം കയറി നമ്മളിപ്പോൾ ഉടനെ തന്നെ മലക്കപ്പാറ എൻട്രൻസിലോട്ട് എത്തുന്നു. അവിടെ വരെ നമ്മൾ എത്തും. പിന്നെ നീ എന്നെ ഓർത്തേ. നമ്മൾ മലക്കപ്പാറ എത്തുമ്പോൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെക്ക് പോസ്റ്റിലോട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴത്തേനും നമ്മുടെ ചെക്കന്മാരെല്ലാം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ചായയൊക്കെ കുടിക്കാനായിട്ട് ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു ചായക്കടയുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം കടികളൊക്കെ തീർന്നായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അതുപോലെ തന്നെ വഴിയിലെല്ലാം റൈഡേഴ്സിനെ കാണാൻ നല്ല തേയിലത്തോട്ടം. ഇവിടെ നിന്ന് നല്ല തേയിലത്തോട്ടമുണ്ട്. KSRTCയുടെ ഒരു ഉല്ലാസയാത്ര ബസ്സാണ് കാണുന്നത്. അവർ പൊള്ളാച്ചിയിൽ നിന്ന് കയറി വന്നതാണ്. ഇപ്പോൾ KSRTC ഈ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട് ഉല്ലാസയാത്രയായിട്ട്. ഇതാണ് ഷോളയാർ ഡാം. തമിഴ്നാട്ടിൽ നമ്മുടെ വാൽപ്പാറ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷോളയാർ ഡാം. ഇത് ഷോളയാർ ഡാമിൻ്റെ റിസർവ് ഏരിയയാണ്. നല്ല രസമുണ്ട്. നമ്മുടെ ഇടുക്കി ഡാമൊക്കെ വെള്ളം കയറി കിടക്കുന്ന പോലൊരു സ്റ്റൈലിൽ നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും നല്ല രസമുണ്ട്. അപ്പുറത്തെ സൈഡിൽ കാടാണ്, നല്ല പച്ചപ്പും നല്ല ഏരിയ. ഇവിടെ ഒത്തിരി ആളുകൾ വണ്ടി നിർത്തി ഇതിൻ്റെ വ്യൂ ആസ്വദിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു സൈഡിൽ ഫുള്ള് തേയിലക്കാടാണ്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു പ്രതിനിധിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. നല്ല രസമാണ്. ഈവനിങ് ടൈമായിരുന്നു നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ പോകുന്ന റൂട്ടിലോട്ട് കയറിയപ്പം. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, സൂര്യൻ അസ്തമിക്കാറായിരുന്നു. അതിൻ്റെ ഒരു വെളിച്ചക്കുറവും കാര്യങ്ങളും ഉണ്ട്. എന്നാലും പോകുന്ന വഴിയിൽ ഒരു സൈഡിൽ ഷോളയാർ ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്നതും ഓപ്പോസിറ്റ് തേയിലത്തോട്ടത്തിൻ്റെ മലനിരകൾ. നല്ല രസമാണ്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു.
നല്ല ഭംഗിയാണ് പോകുന്ന റൂട്ടുകളിൽ. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ മെയിനായിട്ട് ഈ റോഡുകളിലൂടെയുള്ള യാത്ര തന്നെയാണ്. ഈ രണ്ട് സൈഡിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള യാത്ര തന്നെയാണ് മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ. ഇങ്ങ് പോകുന്ന കഴിയുമ്പോഴത്തേനും നല്ലൊരു ലൊക്കേഷനാണിത്. നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ നല്ലൊരു ലൊക്കേഷൻ. നല്ല തേയിലത്തോട്ടത്തിൻ്റെ പച്ചപ്പുകൾ നിറഞ്ഞൊരു ലൊക്കേഷൻ. ഒത്തിരി ആളുകൾ ഇവിടെ നിർത്തുന്നുണ്ട്. ഞങ്ങൾ വണ്ടി നിർത്തി നല്ല ഫോട്ടോകളും വീഡിയോകളും എടുത്തു. നല്ല അറ്റ്മോസ്ഫിയറായ ഒരു സ്ഥലമാണിത്. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ രീതിക്കുള്ളൊരു കാഴ്ചകളാണ് ഇവിടെ കിട്ടുന്നത്. നല്ല വൈബാണ്. നല്ല പാട്ടൊക്കെ ഇട്ട് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും മനസ്സിലൊരു കുളിർമയാണ് നമുക്കത്. കുറേ അധികം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. നല്ലൊരു പ്രകൃതി ഭംഗിയാണ്. നിങ്ങൾ ഈ വഴി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാകത്തില്ല. നല്ല യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസാണ് ഈ സമയങ്ങളിൽ. ഇതിലെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാട്ടിൽ കയറുമ്പോഴത്തേനും മൃഗങ്ങളെ കാണാം. മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലോട്ട് പോകുമ്പം വാൽപ്പാറയിലോട്ട് തിരിയുന്ന ഒരു മെയിൻ ജംഗ്ഷനാണിത്. ഇവിടുന്നാണ് നമ്മൾ റെയിലിലോട്ട് കട്ട് ചെയ്ത് വാൽപ്പാറയിലോട്ട് പോകുന്നത്. നമ്മൾ വാൽപ്പാറയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കുറേയധികം കാട്ടുപോത്തിനെ കണ്ടു. താഴെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കുറേയധികം കാട്ടുപോത്തുകൾ വീഴുന്നതാണ് കാണുന്നത്. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. കുറേയധികം കാട്ടുപോത്തുകളുണ്ട് റോഡിൻ്റെ താഴ്വശത്ത്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കായിരുന്നു. കുറേ ആളുകൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ചുറ്റും കാണാം. നമ്മൾ വാൽപ്പാറയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പൊള്ളാച്ചി നമ്മുടെ പാലക്കാട് ഏരിയയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് രാത്രിക്ക് കുറച്ച് കോടമഞ്ഞൊക്കെ കണ്ടു. നമ്മൾ രാത്രിയായിരുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടം കൊണ്ടൊക്കെയുള്ള അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മലക്കപ്പാറ അതിരപ്പള്ളി റൂട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയങ്ങളിൽ വരുവാണെങ്കിൽ നല്ലതാണ്. ഈ മഴ സമയം തൊട്ട് ജൂൺ തൊട്ട് ഒക്ടോബർ വരെയാണ് ഇതിൻ്റെ സീസൺ. നല്ല ആംബിയൻസാണ് റൂട്ടിൽ നമുക്ക് ഇവിടെ യാത്ര ചെയ്യാനായിട്ട്.